നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയാണ്. LP UP മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ പഠന സിദ്ധാന്തങ്ങളെന്ന മേഖലയിലേക്കാണ് നമ്മളിൽ എത്തി നോക്കുന്നത്. ഈ പഠന സിദ്ധാന്തങ്ങളെ പറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് പ്രധാനപ്പെട്ട പഠന സിദ്ധാന്തങ്ങൾ ഏതെല്ലാമെന്നാണ് ആദ്യമായിട്ട് നോക്കേണ്ടുന്നത്. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വ്യവഹാരവാദങ്ങൾ അഥവാ ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതേപോലെ വൈജ്ഞാനിക സിദ്ധാന്തങ്ങൾ അഥവാ കോഗ്നിറ്റീവ് തിയറീസ് എന്ന് പറയുന്ന മറ്റൊരു മേഖലയുണ്ട്. സാമൂഹിക സിദ്ധാന്തങ്ങൾ അഥവാ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസംസ് എന്ന് പറയുന്ന മൂന്നാമത്തെ മേഖലയുണ്ട്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട പഠന സിദ്ധാന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പഠന സിദ്ധാന്തമായ വ്യവഹാരവാദമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വ്യവഹാരവാദത്തെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബിഹേവിയറിസം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദം എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങൾ ആണെന്നും, ചോദകങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ആണ്, എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ചോദകങ്ങളാണെന്നും ഒരു പ്രതികരണം എന്ന് വെച്ചാൽ റെസ്പോൺസ് ആണ്, ഒരു റെസ്പോൺസ് ചോദകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പ്രസ്താവിക്കുന്നതാണ് വ്യവഹാരവാദ സിദ്ധാന്തം. അഥവാ സ്റ്റിമുലസ് എന്നത് അഥവാ നമ്മുടെ ചോദകങ്ങൾ എന്ന് പറയുന്നത് പ്രതികരണം അഥവാ റെസ്പോൺസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണ് വ്യവഹാരവാദം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ അഥവാ സ്റ്റിമുലേറ്റീവ് റെസ്പോൺസ് അസോസിയേഷൻ അഥവാ SR അസോസിയേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വ്യവഹാരവാദ സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ചോദക പ്രതികരണ ബന്ധ സിദ്ധാന്തങ്ങൾ അഥവാ SR അസോസിയേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ വ്യവഹാരവാദത്തിലെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയവരെ കുറിച്ചൊന്ന് നോക്കാം അല്ലേ. വ്യവഹാരവാദത്തിലെ ആശയങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയവർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ അത് പാവ്ലോവ്, തോർണ്ടൈക്ക്, സ്കിന്നർ, CL ഹാൾ എന്നിവരാണ്. അപ്പോൾ വ്യവഹാരവാദത്തിലെ ആശയങ്ങളെയും സിദ്ധാന്തങ്ങളെയും രൂപപ്പെടുത്തിയവർ ആരെല്ലാം എന്ന് ചോദിച്ചാൽ അത് പാവ്ലോവ്, തോർണ്ടൈക്ക്, സ്കിന്നർ, CL ഹാൾ എന്നിവരാണെന്ന് പറയാം. ഇതിൽ നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു തിയറിയുണ്ട് അല്ലേ. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പച്ച മലയാളത്തിൽ നമുക്ക് പറയാം അല്ലേ. പൗരാണിക അനുബന്ധന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണ് എന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. വളരെ പ്രശസ്തമായ ഒരു ബിഹേവിയർ സിദ്ധാന്തം അഥവാ വ്യവഹാര സിദ്ധാന്തമാണ് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരെന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് പാവ്ലോവ് ആണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ചോദക അഥവാ നമ്മൾ സ്റ്റിമുലസ് പ്രതികരണം റെസ്പോൺസ്, അപ്പോൾ ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ഇവാൻ അല്ലെങ്കിൽ ഐവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്ന് പറയുന്നത്. അപ്പോൾ ചോദക പ്രതികരണങ്ങളുടെ ബന്ധം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ആദ്യം പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയാണ് ഐവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്ന് പറയുന്ന വ്യക്തി. അനുബന്ധന സിദ്ധാന്തം അഥവാ കണ്ടീഷനിങ് എന്ന പ്രതികരണ സിദ്ധാന്തം പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് പാവ്ലോവ്. അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്ന പഠന സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പാവ്ലോവ് എന്ന് പറയുന്നത്. അപ്പോൾ അനുബന്ധന പ്രതികരണ സിദ്ധാന്തം എന്ന പഠന സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് പാവ്ലോവ്. മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ അനുബന്ധന രീതി പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന രീതിയാണ്. അതായത് മനഃശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയ അനുബന്ധന രീതി എന്ന് പറയുന്നത് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന രീതിയാണ്. പ്രതികരണ അനുബന്ധനം, ഇച്ഛിത അനുബന്ധനം, എസ് ടൈപ്പ് അനുബന്ധനം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നതാണ് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതികരണ അനുബന്ധനമെന്നും ഇച്ഛിത അനുബന്ധനമെന്നും എസ് ടൈപ്പ് അനുബന്ധനം എന്നുമുള്ള പേരുകളിൽ അറിയപ്പെടുന്നതാണ് പാവ്ലോവിൻ്റെ പൗരാണിക അനുബന്ധനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ബിഹേവിയറൽ പഠനം അഥവാ വ്യവഹാര പഠനം നടക്കുന്നത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് എന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതൊന്നാണ് സ്റ്റിമുലസ് അഥവാ ചോദകം, റെസ്പോൺസ് അഥവാ പ്രതികരണം. ഇവ തമ്മിലുള്ള നിരന്തര സംയോഗം വഴിയാണ് ഇത്തരത്തിലുള്ള വ്യവഹാര പഠനം അല്ലെങ്കിൽ ബിഹേവിയറൽ
സ്റ്റഡി നടക്കുന്നത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് പൗരാണിക അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിനെ ആസ്പദമായ പരീക്ഷണങ്ങൾ നടത്തിയതിൽ ആണ് ഈ നമ്മുടെ പാവ്ലോവ് എന്ന് പറയുന്ന ആളിനെ നമ്മൾ കണക്കാക്കുന്നത്. അദ്ദേഹമാണ് ഇതിൽ ആദ്യമായിട്ട് പഠനങ്ങളൊക്കെ നടത്തിയത്. ഈ പാവ്ലോവ് പരീക്ഷണങ്ങൾ നടത്തിയത് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പാവ്ലോവിൻ്റെ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയത് എന്താണ്, നൽകുന്ന ആ ഒരു സ്റ്റിമുലസിനനുസരിച്ച് എങ്ങനെയാണ് പ്രതികരണം വരുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്, അല്ലേ? അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് പൗരാണിക അനുബന്ധന സിദ്ധാന്തത്തിലെ ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുവാൻ പോകുന്നത്. അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? നായയിലാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ശരിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നായയിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതേപോലെ ആഹാരത്തോടൊപ്പം മണിശബ്ദം കേൾപ്പിച്ചു. അതായത് ഒരു നായക്ക് ആഹാരം കൊടുത്തു, ആഹാരം കൊടുക്കുന്ന സമയത്ത് അതിന് ഉമിനീര് വന്നു, അല്ലേ? ആഹാരം കൊടുത്തപ്പോൾ അതിന് ഉമിനീര് വന്നു. ആഹാരത്തോടൊപ്പം മണിശബ്ദം കേൾപ്പിച്ചപ്പോൾ എന്താണ്? ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. അതായത് ആഹാരം കൊടുക്കുന്നതിന് സൂചകമായിട്ട് എന്ത് ചെയ്തു? ഒരു മണിയടിക്കും, മണിയടിച്ചിട്ട് ആഹാരം കൊടുക്കും. അപ്പോൾ മണിയടിച്ച് ആഹാരം കൊടുക്കും, മണിയടിച്ച് ആഹാരം കൊടുക്കും. അപ്പോൾ മണിയടി കേൾക്കാൻ നേരത്തെ എനിക്ക് ആഹാരം കിട്ടാൻ പോകുന്നു എന്നൊരു ചിന്ത നായയുടെ ഉള്ളിൽ വരുന്നു. അതനുസരിച്ച് മണിശബ്ദം കേൾക്കുമ്പോൾ ഈ നായ ഉമിനീർ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും, അല്ലേ? അത് പാവ്ലോവിൻ്റെ സ്റ്റിമുലസ് റെസ്പോൺസ് സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്നൊരു തിയറിയാണ്. ക്രമേണ മണിശബ്ദം മാത്രമായി കേൾപ്പിക്കുമ്പോൾ എന്താണ്? നായയിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്, അല്ലേ? ഇതാണ് പാവ്ലോവിൻ്റെ ആ പരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ എന്താണ്? സ്വാഭാവിക ചോദകത, അല്ലേ? സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ചോദന, അതെന്നാണ് വിശപ്പെന്ന് പറയുന്നതാണ്, അല്ലേ? അതുണ്ടാകുമ്പോൾ നമുക്ക് ഉമിനീര് വായിൽ വരും. അപ്പോൾ സ്വാഭാവിക ചോദകമായ ഇറച്ചി, അതിൻ്റെ അസാന്നിധ്യത്തിലും കൃത്രിമചോദകമായ മണിയൊച്ച നൈസർഗിക പ്രതികരണമായ ഉമിനീർ സ്രവം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവിക ചോദകമായ ഇറച്ചിയുടെ അസാന്നിധ്യത്തിൽ കൃത്രിമചോദകമായ മണിയൊച്ച നൈസർഗിക പ്രതികരണമായ ഉമിനീർ സ്രവം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാവ്ലോവിൻ്റെ നിയമങ്ങൾ നമ്മൾ നോക്കിയാൽ അതിൽ ഒന്നെന്താണ്? ചോദക വിവേചകം എന്ന് പറയുന്നതാണ് ഒന്ന്. ഇതിനെ നമ്മൾ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് വിളിക്കുന്നത്, ചോദക വിവേചകം. അപ്പോൾ ചോദക വിവേചകം എന്തായിരുന്നു? ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള 2 മണിനാദങ്ങളിൽ ഭക്ഷണം നൽകിയപ്പോൾ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായിട്ട് പ്രതികരിക്കുന്നു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയാണ് നമ്മൾ ചോദക വിവേചനം എന്ന് വിളിക്കുന്നത്. അതായത് ഒരു മണിശബ്ദം കേൾപ്പിക്കുന്നു, ഒന്നും കൊടുക്കുന്നില്ല. മറ്റൊരു തരത്തിലുള്ള മണിശബ്ദം കേൾപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ നിരന്തരമായിട്ട് ഈ മണിശബ്ദം കേൾപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ആ നായക്ക് ഭക്ഷണം കിട്ടിയ മണിശബ്ദത്തോട് നല്ല താല്പര്യമുണ്ടായി, അല്ലേ? അടുത്തത് വിളംബിത അനുബന്ധിത പ്രതികരണമാണ്. എന്താണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്? വിളംബിത അനുബന്ധിത പ്രതികരണം മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതിനുമിടയിൽ സമയവ്യത്യാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതിനുമിടയിലെ സമയവ്യത്യാസം എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുന്നുണ്ട്. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതിനുമിടയിലെ സമയവ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായയുടെ ഉമിനീർ സ്രവണം കുറയുന്നതായിട്ട് ഈ പാവ്ലോവ് കണ്ടെത്തുകയാണ്. അപ്പോൾ മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതിനുമിടയിലെ സമയവ്യത്യാസം വർദ്ധിക്കുന്നു. അപ്പോൾ നായ ഉമിനീർ സ്രവണം കുറയുന്നതായിട്ട് ഈ പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള ക്രമേണ വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിലുണ്ടാകുന്നതായിട്ട് കണ്ടു. അതായത് മണിശബ്ദത്തിൻ്റെ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പോൾ നായയിൽ ഉമിനീർ സ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടു. ചോദകങ്ങൾക്കിടയിലുണ്ടായ സമയവ്യത്യാസവുമായിട്ട് നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം എന്ന ഒരു നിഗമനത്തിൽ നമ്മുടെ പാവ്ലോവ് എത്തിച്ചേരുകയാണ്. ഈ പ്രതിഭാസത്തിനെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ വിളംബിത അനുബന്ധിത പ്രതികരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി ചോദക സാമാന്യവൽക്കരണമുണ്ട്. എന്താണ് ചോദക സാമാന്യവൽക്കരണം അഥവാ സ്റ്റിമുലസ് ജനറലൈസേഷൻ? ചോദക സാമാന്യവൽക്കരണം അഥവാ സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അത് അഭ്യസിച്ചൊരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ, അതായത് സ്റ്റിമുലസ് ആണ് ചോദകങ്ങളെന്ന് പറയുന്നത്. അപ്പം അഭ്യസിച്ച ഒരു റെസ്പോൺസിന് ആസ്പദമായിട്ട് സ്റ്റിമുലസ് ഉണ്ടാകും. ആ സ്റ്റിമുലസിനോട് സാമ്യമുള്ള സ്റ്റിമുലസ് വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയാണ് നമ്മൾ ചോദക സാമാന്യവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് വിലോപം അഥവാ എക്സ്റ്റിൻഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? എക്സ്റ്റിൻഷൻ അഥവാ വിലോപം എന്ന് വെച്ചാൽ എന്താണ്? ആഹാരം കൊടുക്കാതെ മണിയടിക്കുക മാത്രം ചെയ്ത് ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നതാണ് വിലോപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആഹാരം കൊടുക്കാതെ മണിയടിക്കുക മാത്രം ചെയ്ത് ഉമിനീർ സ്രവം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നതാണ് വിലോപം എന്ന് നമ്മൾ പറയുന്നത്. പിന്നെയോ ഇനി പുനഃപ്രാപ്തി എന്ന് പറയുന്ന സ്പോണ്ടേനിയസ് റിക്കവറി ഉണ്ട്. അതെന്താണ്?
നായക്ക് ആഹാരം നൽകാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിച്ചു ഉമിനീർ സ്രവ പ്രതികരണം ഇല്ലാതായി തീരുന്ന ഒരവസരത്തിന് ശേഷം കുറെ കഴിഞ്ഞ് മണിയടി കേൾക്കുമ്പോൾ ഉമിനീർ സ്രവം വീണ്ടും ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പുനഃപ്രാപ്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. നായക്ക് ആഹാരം നൽകാതെ മണിയടി ശബ്ദം മാത്രം കേൾപ്പിച്ച് ഉമിനീർ സ്രവം പ്രതികരണമില്ലാതായി തീരുന്നൊരവസരത്തിന് ശേഷം കുറെ കഴിഞ്ഞ് മണിയടി കേൾക്കുമ്പോൾ ഉമിനീർ സ്രവം വീണ്ടും ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പുനഃപ്രാപ്തി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. മണിനാദവും ഭക്ഷണവും അര സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ നൽകിയപ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് നായയിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനത്തിനെയാണ് അനുബന്ധ പഠനം എന്ന് വിശേഷിപ്പിക്കുന്നത്. കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് അനുബന്ധ പഠനം അഥവാ ലേണിംഗ് ബൈ കണ്ടീഷൻ എന്ന പേരിൽ അനുഭവപ്പെടുന്നത്. ഇതിൽ കൃത്രിമ ചോദകം സ്വാഭാവിക ചോദകവുമായി ആദേശം ചെയ്യുന്നു. അതായത് കൃത്രിമ ചോദകം നൈസർഗിക ചോദകത്തിൻ്റെ ഫലം ഉളവാക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. ഇനി നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊന്ന് നോക്കാം. അല്ലെ, വിദ്യാഭ്യാസ പ്രസക്തി എന്താണ്? വിവിധ പഠന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് നൽകേണ്ടുന്നത് ഉചിതമായ ചോദകങ്ങളാണ്. അല്ലെ, വിവിധ പഠന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് നൽകേണ്ടുന്നത് ഉചിതമായ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതായത് വിവിധ പഠന സന്ദർഭങ്ങളിൽ കുട്ടികൾക്ക് നൽകേണ്ടുന്നത് ഉചിതമായ ചോദകങ്ങളാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് പഠനത്തിൽ ചിത്രപദ കാർഡുകൾ സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്നത് അനുബന്ധനത്തിൻ്റെ സങ്കേതങ്ങൾ ഉൾക്കൊള്ളുന്നതിനെ അനുബന്ധനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ്? ഭയങ്ങൾ, യുക്തിരഹിത ഭയങ്ങൾ, വെറുപ്പ്, ഇവയെ പ്രതിബന്ധനം, പുനരുബന്ധനം എന്നിവ വഴി കുട്ടികളിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അനുബന്ധനം വഴി കുട്ടികളിൽ വളരാൻ സാധ്യതയുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ ഭയങ്ങൾ, യുക്തിരഹിത ഭയങ്ങൾ, വെറുപ്പ് എന്നിവയൊക്കെയാണുള്ളത്. അനുബന്ധന പ്രക്രിയ വഴി കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനും ഈ അധ്യാപകർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അനുബന്ധന പ്രക്രിയ വഴി കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താനും ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനും അധ്യാപകൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ബന്ധസിദ്ധാന്തം എന്ത് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, ബന്ധസിദ്ധാന്തത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബോണ്ട് തിയറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബോണ്ട് തിയറി അഥവാ ബന്ധസിദ്ധാന്തം എന്നാണ് ഇതറിയപ്പെടുന്നത്. ബന്ധസിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി. എഡ്വേർഡ് തോർണ്ടൈക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തത്തിനെയാണ് ശ്രമ പരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എഡ്വേർഡ് തോർണ്ടൈക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തത്തിനെയാണ് ശ്രമ പരാജയ സിദ്ധാന്തം അഥവാ ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. 1898 ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. 1898 ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. 1913 ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. എഡ്വേർഡ് തോർണ്ടൈക്ക് ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് ബദ്ധസിദ്ധാന്തം അഥവാ ബോണ്ട് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1913 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ചോദകവും പ്രതികരണവും അറിയപ്പെടുന്ന തിയറിയാണ് ബോണ്ട് തിയറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സംബന്ധ സിദ്ധാന്തം അഥവാ തിയറി ഓഫ് കണക്ഷനിസം തിയറി ഓഫ് കണക്ഷനിസം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചോദകവും പ്രതികരണവും അഥവാ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് തിയറിയിൽ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഇവ തമ്മിലുള്ള സംയോഗ പഠനത്തിനെയാണ് നമ്മൾ ബന്ധസിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗ പഠനമാണ് ബന്ധസിദ്ധാന്തം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ശീല രൂപവൽക്കരണത്തിനോ ശീല നിഷ്കാസനത്തിനോ കാരണമാകുന്നതാണ് ബന്ധസിദ്ധാന്തം. ശീല രൂപവൽക്കരണത്തിനോ ശീല നിഷ്കാസനത്തിനോ കാരണമാകുന്നതാണ് ബന്ധസിദ്ധാന്തം. ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ ശക്തിപ്പെടലോ ദുർബലപ്പെടലോ ആകാം ഈ പറയുന്ന ചോദക പ്രതികരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അത് തിരുത്തി പഠനത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിതാവ് തെറ്റുകൾ വരുത്തിയിട്ട് പിന്നീട് അത് തിരുത്തി പഠനത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് ശ്രമപരാജയ സിദ്ധാന്തം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തോർണ്ടൈക്ക് ശ്രമപരാജയ പരീക്ഷണങ്ങൾ നടത്തിയത് പൂച്ചയിലായിരുന്നു. പാവ്ലോവ് നായയിൽ നടത്തിയതുപോലെ തോർണ്ടൈക്കിൻ്റെ ശ്രമപരാജയ പരീക്ഷണങ്ങൾ നടത്തിയത് പൂച്ചയിലായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ പഠനം എങ്ങനെയായിരുന്നു? ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണെന്നും ബന്ധങ്ങളാണ് പഠനത്തിൻ്റെ സൂക്ഷ്മ ഘടകമെന്നും സമർത്ഥിക്കാൻ പരീക്ഷണത്തിനായിട്ട് ഇദ്ദേഹം ഉപയോഗിച്ചത് പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന് പറയുന്നൊരു കോൺസെപ്റ്റായിരുന്നു. അതായത് ക്യാറ്റ് ഇൻ ദ പസിൽ ബോക്സ് എന്ന പരീക്ഷണത്തിലൂടെയായിരുന്നു ഇദ്ദേഹം പരീക്ഷണം നടത്തിയത്. തോർണ്ടൈക്കിൻ്റെ പരീക്ഷണങ്ങൾ. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിലൂടെ ഇദ്ദേഹം കണ്ടെത്തിയ സിദ്ധാന്തമാണ് സംബന്ധ സിദ്ധാന്തം അഥവാ കണക്ഷനിസം തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഭക്ഷണത്തിൻ്റെ സാന്നിധ്യവും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവും പൂച്ചയിൽ ഉളവാക്കുന്ന പ്രതികരണങ്ങളുമായിരുന്നു തോർണ്ടൈക്കിൻ്റെ പരീക്ഷണം.
അതായത് ഭക്ഷണത്തിൻ്റെ സാന്നിധ്യവും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹവും പൂച്ചയിൽ ഉളവാക്കുന്ന പ്രതികരണങ്ങളുമായിരുന്നു തോർൻഡൈക്കിൻ്റെ പരീക്ഷണം. പൂച്ചയെ ആദ്യം ഒരു പ്രശ്ന പേടകത്തിൽ അയച്ചു. പൂച്ചയെ ആദ്യമായിട്ട് ഒരു പ്രശ്ന പേടകത്തിലാണ് അടച്ചത്. ഒരു വില്ല് അമർത്തിയാൽ തുറക്കാവുന്ന ഒറ്റ വാതിലുള്ള പേടകമായിരുന്നു ഇത്, അല്ലേ? ഒരു വില്ല് അമർത്തിയാൽ തുറക്കാവുന്ന ഒറ്റ വാതിലുള്ള പേടകമായിരുന്നു അത്. കൂടിന് വെളിയിൽ മത്സ്യം വെച്ചിട്ട് പൂച്ചയെ കൂടിനകത്താക്കി. കൂടിന് വെളിയിൽ മത്സ്യം വെച്ചിട്ട് പൂച്ചയെ കൂടിനകത്താക്കി. മത്സ്യത്തിൻ്റെ ഗന്ധം പൂച്ചയ്ക്ക് ഒരു സ്വാഭാവിക ചോദകമായിട്ടാണ് കണക്കാക്കുന്നത്. മത്സ്യത്തിൻ്റെ ഗന്ധം അതിൻ്റെ അടുത്തെത്താൻ പൂച്ചയ്ക്ക് ചോദകമായിട്ട് പ്രവർത്തിക്കുന്നു. മത്സ്യത്തിൻ്റെ ഗന്ധം അതിൻ്റെ അടുത്തെത്താൻ പൂച്ചയ്ക്ക് ചോദകമായിട്ട് പ്രവർത്തിക്കുന്നു. പൂച്ച കൂടിന് പുറത്ത് കടക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു. ദീർഘനേരത്തെ ശ്രമഫലമായിട്ട് പൂച്ച കൂട് തുറക്കുകയും മത്സ്യത്തിനടുത്തേക്ക് ഓടി അതിനെ ഭക്ഷിക്കുകയും ചെയ്യുന്നു. പരീക്ഷണം ആവർത്തിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഓരോ ശ്രമത്തിലും പൂച്ച കൂടിന് പുറത്ത് വരാനെടുക്കുന്ന സമയം കുറയുന്നു എന്നുള്ളതാണ്. കൂട് തുറക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുകയും തെറ്റായ ചലനങ്ങൾ നിരാകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ശരിയായ ചലനങ്ങൾ മാത്രം സ്വീകരിക്കുന്ന പഠനത്തിനെയാണ് നമ്മൾ ശ്രമപരാജയ പഠനം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട പഠന നിയമങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒരു കായിക നൈപുണി ആർജിക്കുന്നതിന് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തമാണ് ശ്രമപരാജയ പഠന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തമാണ് ശ്രമപരാജയ പഠന സിദ്ധാന്തം. ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തോർൻഡൈക്ക് ആവിഷ്കരിച്ച 3 അടിസ്ഥാന നിയമങ്ങളുണ്ട്. ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തോർൻഡൈക്ക് ആവിഷ്കരിച്ച 3 അടിസ്ഥാന പഠന നിയമങ്ങളുണ്ട്. അതിലൊന്നാണ് സന്നദ്ധതാ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സന്നദ്ധതാ നിയമം അഥവാ ലോ ഓഫ് റെഡിനെസ്, ഫലനിയമം അഥവാ പരിണാമ നിയമം, ലോ ഓഫ് എഫക്റ്റ്, അഭ്യാസ നിയമം, ആവർത്തന നിയമം അഥവാ ലോ ഓഫ് എക്സർസൈസ്. സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം എന്നിങ്ങനെയുള്ള ഈ 3 നിയമങ്ങളെ തോർൻഡൈക്കിൻ്റെ പഠന നിയമത്രയം അഥവാ ട്രിലോജി ഓഫ് ലേണിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ 3 നിയമങ്ങളെയും തോർൻഡൈക്കിൻ്റെ പഠന നിയമത്രയം എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ സന്നദ്ധതാ നിയമം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ പഠിപ്പിച്ചാൽ അവൻ സംതൃപ്ത ജനനാകും, അവൻ തൃപ്തനാകും. സന്നദ്ധതയില്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അസ്വാസ്ഥ്യജനകവുമായിരിക്കും. സന്നദ്ധനായിരിക്കുമ്പോൾ പഠിപ്പിക്കാതിരിക്കുന്നതും അസ്വസ്ഥത ജനിപ്പിക്കുന്ന ഒന്നാണ് എന്നഭിപ്രായപ്പെടുന്ന നിയമമാണ് സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത്. അതായത് സന്നദ്ധതാ നിയമം ഇത്രയേ ഉള്ളൂ: ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ പഠിപ്പിച്ചാൽ അവൻ സംതൃപ്തനാകും. സന്നദ്ധത ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് അസ്വസ്ഥതയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സന്നദ്ധനായിരിക്കുമ്പോൾ പഠിപ്പിക്കാതിരിക്കുന്നതും അസ്വസ്ഥത ജനിപ്പിക്കും എന്ന് പറയുന്നതാണ് സന്നദ്ധതാ നിയമം. അടുത്തത് ലോ ഓഫ് റെഡിനെസ് അഥവാ സന്നദ്ധത നിയമം എന്നാണ് നമ്മൾ പറയുന്നത്. പ്രാഥമിക സംയോജനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന പ്രവർത്തന പ്രവണതയാണ് സന്നദ്ധത എന്ന് പറയുന്നത്. ഈ പ്രവണതയുടെ സാക്ഷാത്കാരം സംതൃപ്തി ജനകവും അത് സാക്ഷാത്കരിക്കാനാവാതെ വരുന്നത് അസ്വസ്ഥജനകവുമാണ്. ശിശു പഠിക്കാൻ സന്നദ്ധനാണെങ്കിൽ പെട്ടെന്നും കാര്യക്ഷമമായും തൃപ്തിയോടെയും പഠിക്കും. കുട്ടി പഠന സന്നദ്ധത കൈവരിക്കും വരെ അവനെ പഠിപ്പിക്കരുതെന്നും മറിച്ച് പഠന സന്നദ്ധത നേടിക്കഴിഞ്ഞാൽ പഠന അനുഭവം നൽകാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കരുതെന്നും ഈ നിയമം പറയുന്നു. ഇതാണ് സന്നദ്ധതാ നിയമം എന്ന് പറയുന്നത്. അടുത്ത നിയമത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതായത് ഫലനിയമം അഥവാ പരിണാമ നിയമം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായ ബന്ധം സ്ഥാപിതമാവുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ബലം വർദ്ധിക്കും. ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായ ബന്ധം സ്ഥാപിതമാവുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ബലം വർദ്ധിക്കുന്നു എന്ന് പറയുന്നതാണ് ഫലനിയമം അഥവാ പരിണാമ നിയമം. ബന്ധമുണ്ടായിക്കഴിഞ്ഞ് അസ്വാസ്ഥ്യജനകമായ സാഹചര്യമാണ് ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ ശക്തി കുറയുമെന്നും എന്നഭിപ്രായപ്പെടുന്ന നിയമമാണ് ഫലനിയമം. ബന്ധമുണ്ടായിക്കഴിഞ്ഞ് അസ്വാസ്ഥ്യജനകമായ സാഹചര്യമാണ് ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ ശക്തി കുറയും എന്ന് അഭിപ്രായപ്പെടുന്ന നിയമമാണ് ഫലനിയമം. പഠനം സംതൃപ്തിജനകമാവുകയും പഠിതാവ് അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ ശരിയായ പഠനം നടക്കുകയുള്ളൂ എന്നാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. പഠനം സംതൃപ്തിജനകമാവുകയും പഠിതാവ് അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ ശരിയായ പഠനം നടക്കുകയുള്ളൂ എന്നാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത്. ഫലനിയമത്തിൽ സമ്മാനത്തിനും
പ്രശംസയ്ക്കും ശിക്ഷയ്ക്കും പഠനത്തിൽ പ്രധാന സ്ഥാനങ്ങളാണുള്ളത്. അപ്പോൾ ഫലനിയമത്തിൽ സമ്മാനത്തിനും പ്രശംസയ്ക്കും ശിക്ഷയ്ക്കുമെല്ലാം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളുണ്ട്. പഠനഫലമായി ലഭിക്കുന്ന സമ്മാനം അതേ പാതയിലൂടെ കൂടുതൽ ആവേശത്തോടെ മുന്നേറാൻ പഠിതാവിനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. വളരെ ശരിയാണ്. നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു പ്രോത്സാഹനമല്ല കിട്ടുന്നത്. അതുതന്നെയാണ് ഇവിടെയും. ശിക്ഷയാവട്ടെ അവനെ നിരുത്സാഹപ്പെടുത്തും. നമ്മൾ ചെയ്യുന്നൊരു തെറ്റിന് നമ്മളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ തെറ്റ് നമ്മൾ ആവർത്തിക്കില്ല, അതാണ്. മറിച്ച് ശിക്ഷയാവട്ടെ അവനെ നിരുത്സാഹപ്പെടുത്തുകയും ആ പഠനത്തോട് തന്നെ അവനിൽ വെറുപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. ദൃശ്യ ശ്രാവ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചും മറ്റും പഠന അനുഭവങ്ങളെന്ന് പറയുന്നത് രസകരമാക്കാനായിട്ടും സാധിക്കും. അഭ്യാസ നിയമം അഥവാ ആവർത്തന നിയമം. എന്താണ് അഭ്യാസ നിയമം അഥവാ ആവർത്തന നിയമം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിന്നാൽ അത് ആ സന്ദർഭവുമായി എത്ര തവണ ബന്ധിതമായി എന്നതിനെയും ആ ബന്ധത്തിൻ്റെ ശരാശരി ശക്തി, കാലദൈർഘ്യം എന്നിവയെയും ആശ്രയിച്ച് സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാകുന്ന ഒരു നിയമത്തിനെയാണ് നമ്മൾ അഭ്യാസ നിയമം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതായത് ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ ആ സന്ദർഭവുമായി എത്ര തവണ ബന്ധിതമായി എന്നതിനെയും ആ ബന്ധത്തിൻ്റെ ശരാശരി ശക്തി, കാലദൈർഘ്യം എന്നിവയെയും ആശ്രയിച്ച് സന്ദർഭവുമായിട്ട് കൂടുതൽ ശക്തമായി ബന്ധിതമാകുന്ന നിയമത്തിനെയാണ് നമ്മൾ അഭ്യാസ നിയമം അഥവാ ലോ ഓഫ് എക്സർസൈസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് ചോദകപ്രേരിതമായ ഒരു പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ അത്ര കൂടുതലായിട്ടത് നിലനിൽക്കും. ഈ നിയമം അനുസരിച്ച് ചോദകപ്രേരിതമായ ഒരു പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ അത്ര കൂടുതലായിട്ട് അത് നിലനിൽക്കുമെന്നുമാണ് പറയുന്നത്. അഭ്യാസ നിയമത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് പ്രയോഗ നിയമം, ലോ ഓഫ് യൂസ്. മറ്റൊന്ന് പ്രയോഗ രാഹിത്യ നിയമം, ലോ ഓഫ് ഡിസ്യൂസ് ആണ്. അപ്പോൾ അഭ്യാസ നിയമത്തെ എത്രയായിട്ട് തരംതിരിക്കാമെന്ന് ചോദിച്ചാൽ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് പ്രയോഗ നിയമമെന്നും മറ്റേത് പ്രയോഗ രാഹിത്യ നിയമം എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതിൽ പ്രയോഗ നിയമം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? പ്രയോഗ നിയമം സൂചിപ്പിക്കുന്നതാണ് പരിശീലനം കൊണ്ട് ബന്ധത്തിനുണ്ടാകുന്ന ശക്തിയെ ആണ് പ്രയോഗ നിയമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. പ്രയോഗരാഹിത്യ നിയമം സൂചിപ്പിക്കുന്നത് അഭ്യാസത്തിൻ്റെ അഭാവത്തിൽ ബന്ധത്തിനുണ്ടാകുന്ന ശക്തിക്കുറവിനെയാണ് പ്രയോഗരാഹിത്യ നിയമം സൂചിപ്പിക്കുന്നത്. പ്രയോഗ നിയമം സൂചിപ്പിക്കുന്നത് പരിശീലനം കൊണ്ട് ബന്ധത്തിനുണ്ടാകുന്ന ശക്തിയെ ആണെങ്കിൽ പ്രയോഗരാഹിത്യ നിയമം കൊണ്ട് സൂചിപ്പിക്കുന്നത് അഭ്യാസത്തിൻ്റെ അഭാവത്തിൽ ബന്ധത്തിനുണ്ടാകുന്ന ശക്തിക്കുറവിനെയാണ്. അഭ്യാസ നിയമം ആവർത്തനത്തിൻ്റെയും അഭ്യസനത്തിൻ്റെയും ആവശ്യകത ഊന്നിപ്പറയുന്ന ഒന്നാണ്. ആവർത്തന അഭ്യാസം എന്ന് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധങ്ങളെ ശക്തിമത്താക്കുന്നതും പാഠങ്ങളുടെ പുനരാവർത്തനം ബന്ധങ്ങളെ നിലനിർത്തുവാൻ കാരണമാകുന്നു എന്ന് പറയുന്നതുമായ ഒന്നാണ്. വിദ്യാഭ്യാസ പ്രസക്തി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠന സന്നദ്ധത ഉണ്ടാകണം. പഠനത്തിലൂടെ കുട്ടികളെ സന്നദ്ധരാക്കാൻ സാധിക്കുന്നത് ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ, ചർച്ച, ദൃശ്യ പാഠ്യ ഉപകരണങ്ങളുടെ ഉപയോഗം എന്നിവയ്ക്കാണ്. പഠനം കാര്യക്ഷമമാകണമെങ്കിൽ പഠിതാവിൻ്റെ താൽപ്പര്യങ്ങളെയും മനോഭാവത്തെയും ഉണർത്തി സജ്ജമാക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കുന്നത് ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെയും സമ്മാനം നൽകുന്നതിലൂടെയുമാണ്. പഠനം കാര്യക്ഷമമാകണമെങ്കിൽ പഠിതാവിൻ്റെ താൽപ്പര്യങ്ങളെയും മനോഭാവത്തെയും ഉണർത്തി സജ്ജമാക്കേണ്ടതുണ്ട്. ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കുന്നത് ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനം നൽകുന്നതിലൂടെയുമാണ്. അത് നമുക്കറിയാം, അല്ലേ? ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ എപ്പോഴും ശക്തമാകുന്നത് ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനം നൽകുന്നതിലൂടെയുമാണ്. ഇതേപോലെ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കുവാനുള്ള അവസരവും പരിശീലനത്തിനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്താൽ പഠനത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമുക്കെല്ലാവർക്കുമുള്ള മറവി എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരവും പരിശീലനത്തിനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്താൽ പഠനത്തിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മറവി എന്ന് പറയുന്നത്. തോണ്ടയ്ക്കിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട അനുബന്ധ നിയമങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം, അല്ലേ? 3 അടിസ്ഥാന പഠന നിയമങ്ങൾക്ക് പുറമെ തോണ്ടയ്ക്ക് രൂപം നൽകിയ അനുബന്ധ നിയമങ്ങൾ ഒന്നാണ് ബഹുവിധ പ്രതികരണ നിയമം എന്ന് പറയുന്നത്, അഥവാ ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്ന് പറയും. ഒരു വ്യക്തി നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിലെത്തും മുമ്പ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കും എന്നതാണ് ഒന്നാമത്തെ ബഹുവിധ പ്രതികരണ നിയമം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് മനോഭാവ നിയമം അഥവാ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് അഥവാ സെറ്റ് എന്ന് പറയുന്നത്. പഠനം വ്യക്തിയുടെ മനോഭാവം അഥവാ മനോനില നിയന്ത്രിക്കുന്നു എന്നും ചെയ്യേണ്ട പ്രവൃത്തിയോട് ആരോഗ്യകരമായ മനോഭാവം വളർത്തിയാൽ പഠിതാവ് ആ പ്രവൃത്തി നന്നായി ചെയ്യും എന്നും പറയുന്നതാണ് മനോഭാവ നിയമം അഥവാ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ് അഥവാ സെറ്റ് എന്ന് പറയുന്നത്. ഇനി സാദൃശ്യ നിയമമുണ്ട് അഥവാ ലോ ഓഫ് അനലോഗി എന്ന് പറയുന്നതാണ്, അല്ലേ?
ഒരു വ്യക്തി ഒരു നൂതന സന്ദർഭത്തോട് പ്രതികരിക്കുന്നതിന് മുൻപ് സമാനമായ സന്ദർഭങ്ങളിൽ പ്രകടിപ്പിച്ച പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും താരതമ്യം ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ താരതമ്യം എന്ന് പറയുന്നത്. ഇതാണ് സാദൃശ്യ നിയമം അഥവാ ലോ ഓഫ് അനലോജി എന്ന് പറയുന്നത്. ഇനി ധ്രുവീകരണ നിയമം അഥവാ ലോ ഓഫ് പോളാരിറ്റി ഉണ്ട്. എന്താണത്? ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചിരുന്നത് അതേ ദിശയിലുള്ള ബന്ധനം വിപരീത ദിശയിലുള്ളതിനേക്കാൾ എളുപ്പമായിരിക്കും എന്ന് പറയുന്നതാണ് ധ്രുവീകരണ നിയമം എന്ന് പറയുന്നത്. ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചത് അതേ ദിശയിലുള്ള ബന്ധനം വിപരീത ദിശയിലുള്ളതിനേക്കാൾ എളുപ്പമായിരിക്കും എന്ന് പറയുന്നതാണ് ധ്രുവീകരണ നിയമം. ഇനി ഘടകങ്ങളുടെ പ്രഭാവ നിയമമുണ്ട്. ലോ ഓഫ് പ്രിപ്പോട്ടൻസി എലമെൻറ്റ്സ് എന്ന് പറയും. ഘടകങ്ങളുടെ പ്രഭാവ നിയമം അതെന്താണ് എന്ന് നോക്കാം, അല്ലേ? ലോ ഓഫ് പ്രിപ്പോട്ടൻസി എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഒരു പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തിരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്നുണ്ട്. പഠിതാവ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുകയും പഠന സന്ദർഭത്തിലെ പ്രഭാവ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുകയും തൻ്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണ്ണയിക്കുകയും ചെയ്യുന്നതിനെയാണ് ഘടകങ്ങളുടെ പ്രഭാവ നിയമം എന്ന് പറയുന്നത്. പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തിരഞ്ഞെടുത്ത ശൈലിയിൽ പ്രതികരിക്കുന്നുവെന്നും പഠിതാവ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുകയും പഠന സന്ദർഭത്തിലെ പ്രഭാവ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുകയും തൻ്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണ്ണയിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഘടകങ്ങളുടെ പ്രഭാവ നിയമം എന്ന് പറയുന്നത്. ഇനി സംയോജിത വ്യതിയാന നിയമം ഉണ്ട്, അഥവാ ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയും. സംയോജിത വ്യതിയാന നിയമം അഥവാ ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരു പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതായത് ഒരു പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറയുന്നതാണ് സംയോജിത വ്യതിയാന നിയമം എന്ന് പറയുന്നത്. അടുത്തത് പ്രവർത്തന അനുബന്ധന സിദ്ധാന്തമാണ്. എന്താണ് പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം എന്ന് പറയുന്നത്? പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം എന്താണ്? തിയറി ഓഫ് ഒപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയും, അല്ലേ? തിയറി ഓഫ് ഒപ്പറൻ്റ് കണ്ടീഷനിങ്. പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സ്കിന്നറിനെയാണ്. സ്കിന്നർ തോണ്ടൈക്കിൻ്റെ ഫലനിയമം അഥവാ ലോ ഓഫ് എഫക്റ്റ് ആണ് സ്കിന്നറിനെ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തത്തിൽ എത്തിച്ചേരുവാനായിട്ട് പ്രേരണ നൽകിയത്. ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് തിയറി, റിവാർഡ് ലേണിംഗ് തിയറി, ക്രിയാനുബന്ധന സിദ്ധാന്തം എന്നിങ്ങനെ അറിയപ്പെടുന്നൊരു സിദ്ധാന്തമാണ് തിയറി ഓഫ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ തിയറി ഓഫ് ഓപ്പറൻ്റ് കണ്ടീഷനിങ് അനുകൂലമായ പ്രതികരണം ലഭിക്കുന്ന വ്യവഹാരങ്ങൾ ആവർത്തിക്കാനും പ്രതികൂലമായ പ്രവർത്തനം ലഭിക്കുന്ന വ്യവഹാരങ്ങളെ ഒഴിവാക്കാനും ഒരു പഠിതാവ് പരിശീലിക്കുന്നതാണ് ക്രിയാനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത്. അനുകൂലമായ പ്രതികരണം ലഭിക്കുന്ന വ്യവഹാരങ്ങൾ ആവർത്തിക്കാനും പ്രതികൂലമായ പ്രവർത്തനം ലഭിക്കുന്ന വ്യവഹാരങ്ങളെ ഒഴിവാക്കാനും ഒരു പഠിതാവ് പരിശീലിക്കുന്നതാണ് ക്രിയാനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത്. സ്കിന്നറുടെ പ്രവർത്തന അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ പഠന രീതിയാണ് ക്രമീകൃത പഠനം അഥവാ ക്രമാനുബന്ധ പഠനം അഥവാ പ്രോഗ്രാംഡ് ലേണിംഗ് എന്ന് പറയുന്നത്. സാമൂഹിക പഠന സിദ്ധാന്തത്തിൻ്റെ അഥവാ സോഷ്യൽ ലേണിങ്ങിൻ്റെ വക്താവ് ആരെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് സ്കിന്നർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട് എന്താണെന്ന് നോക്കാം, അല്ലേ? ആർ ടൈപ്പ് കണ്ടീഷനിങ് എന്നറിയപ്പെടുന്നത് എന്തെന്ന് ചോദിക്കാം, അല്ലേ? ആർ ടൈപ്പ് അതായത് റെസ്പോൺസ് ടൈപ്പ് കണ്ടീഷനിങ്, അതാണ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്. ഇനി എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്താണെന്ന് ചോദിക്കാം, അതായത് സ്റ്റിമുലസ് ടൈപ്പ് കണ്ടീഷനിങ്, അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനിയോ പ്രവർത്തന അനുബന്ധന സിദ്ധാന്ത പഠനത്തിൻ്റെ ആധാരം എന്തെന്ന് ചോദിച്ചാൽ അത് പ്രതികരണവും ചോദകവുമാണെന്ന് പറയാം, അല്ലേ? പ്രവർത്തന അനുബന്ധന സിദ്ധാന്ത പഠനത്തിൻ്റെ ആധാരം എന്തെല്ലാമെന്ന് ചോദിച്ചാൽ അത് പ്രതികരണവും ചോദകവുമാണ്, അഥവാ റെസ്പോൺസ് സ്റ്റിമുലസുമാണ്. പ്രതികരണത്തിലെ പ്രബലനവും അഥവാ റീഇൻഫോഴ്സ്മെൻറ്റുമാണ്. അപ്പോൾ പ്രവർത്തന അനുബന്ധന സിദ്ധാന്ത പഠനത്തിൻ്റെ ആധാരം എന്തെല്ലാമെന്ന് ചോദിച്ചാൽ പ്രതികരണവും ചോദകവുമാണ്, പ്രതികരണത്തിലെ പ്രബലനവുമാണത്, അല്ലേ? വാചികമായ സ്വഭാവങ്ങളുടെ വിശകലനത്തിലൂടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? അത് സ്കിന്നറാണ്. സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രബിന്ദു എന്താണ്? പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അഭിലഷണീയമായ പ്രതികരണത്തിന് ഉടൻ ചോദകം നൽകുന്ന പ്രക്രിയയാണ് പ്രബലനം. അഭിലഷണീയമായ പ്രതികരണത്തിന് ഉടൻ ചോദകം നൽകുന്ന പ്രക്രിയയാണ് നമ്മൾ പ്രബലനമെന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലെ? അനുബന്ധനത്തിൻ്റെ സവിശേഷ വശം എന്തെന്ന് ചോദിച്ചാൽ അതിനെ നമുക്കെന്ത് വിളിക്കാം? പ്രബലനം എന്ന് പറയാം. സ്കിന്നറുടെ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്രബിന്ദു പ്രബലനമായതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തെ പ്രബലന സിദ്ധാന്തം അഥവാ റീഇൻഫോഴ്സ്മെൻറ്റ് തിയറി എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രവർത്തന അനുബന്ധന പ്രക്രിയയിൽ പ്രബലനം വഴി പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് ഓപ്പറൻറ്റുകൾ. അതായത് പ്രവർത്തന അനുബന്ധന പ്രക്രിയയിൽ പ്രബലനം വഴി പരിവർത്തനം ചെയ്യപ്പെടുന്നതാണ് ഓപ്പറൻറ്റുകൾ.
ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധനത്തിന് വിധേയമാക്കുന്ന പ്രവൃത്തിയെ ആണ് ഓപ്പറൻ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തിയെ അതുമായി ബന്ധപ്പെട്ട അനുബന്ധനത്തിന് വിധേയമാക്കുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ ഓപ്പറൻ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ചോദകമില്ലെങ്കിൽ പ്രതികരണമില്ല എന്ന സിദ്ധാന്തത്തെ സ്കിന്നർ അംഗീകരിച്ചിട്ടില്ല. ചോദകമില്ലെങ്കിൽ പ്രതികരണമില്ല എന്നൊരു സിദ്ധാന്തമുണ്ട്, അതിനെ സ്കിന്നർ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വ്യവഹാരങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്കിന്നർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള വ്യവഹാരങ്ങളെയാണ്, അഥവാ വ്യക്തമായ ചോദകങ്ങൾ വഴി പിടിച്ചെടുക്കുന്നത് എലിസിറ്റഡ്, അതേപോലെ റെസ്പോണ്ട് കണ്ടീഷനിങ് എന്ന് പറയുന്നതാണ്. അത് അജ്ഞാതമായ ചോദകം മൂലം ജീവി പുറപ്പെടുവിക്കുന്നത് എമിറ്റഡ്, ചോദകവുമായി ബന്ധമില്ലാത്ത പ്രതികരണം ഓപ്പറൻറ്റ് എന്നിവയാണ്. എലിയിലും പ്രാവുകളിലും പരീക്ഷണം നടത്തിയാണ് സ്കിന്നർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ സ്കിന്നർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന അനുബന്ധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എലിയിലും പ്രാവുകളിലുമൊക്കെ പ്രവർത്തനം നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ പരീക്ഷണം നടത്തിയിട്ടാണ്. സ്കിന്നർ നടത്തിയ പരീക്ഷണം ആണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ സ്കിന്നർ എന്ത് ചെയ്തു? വിശക്കുന്ന ഒരു എലിയെ അദ്ദേഹം പെട്ടിയിലാക്കി. പെട്ടിക്കുള്ളിലെ ലിവറിൽ അമർത്തിയാൽ അല്പം ആഹാരം കിട്ടുന്ന സംവിധാനവും അദ്ദേഹം അടക്കിവെച്ചു. പെട്ടിയിൽ സഞ്ചരിക്കുന്ന എലി യാദൃച്ഛികമായിട്ട് ലിവറിൽ അമർത്തുകയും ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. ക്രമേണ ലിവർ അമർത്തി ആഹാരം സമ്പാദിക്കാനായിട്ട് എലി പഠിച്ചു. ആഹാരം ലിവർ അമർത്തുന്ന പ്രതികരണത്തെ, അതായത് ആഹാരം എന്ന് പറയുന്നത് എലിക്കുള്ള സമ്മാനമാണെന്നും ആ സമ്മാനം ലഭിക്കണമെങ്കിൽ ലിവർ അമർത്തണമെന്നും ഉള്ള അതാ ഒരു ഓപ്പറൻ്റ് പ്രതികരണം അങ്ങനെ പ്രബലനം ചെയ്യുകയും, എന്നാൽ പ്രബലനത്തിൻ്റെ അഭാവത്തിൽ ഓപ്പറൻ്റ് വ്യവഹാരമില്ലാതാകുകയും ചെയ്യുന്നു. അഥവാ ആഹാരം ലഭിക്കണമെങ്കിൽ ലിവർ അമർത്തണം എന്ന് പറയുന്നൊരു പഠനം ആര് പഠിച്ചു? എലി പഠിച്ചു. ഇങ്ങനെയാണ് സ്കിന്നർ SR സമവാക്യത്തെ RS സമവാക്യമാക്കി മാറ്റിയത്. അതായത് റെസ്പോൺസ് എലിയിൽ നിന്നും ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? അതിനെ ആഹാരം ലഭിച്ചു. അങ്ങനെ ജീവിക്ക് പുറപ്പെടുവിക്കാവുന്ന നിരവധി പ്രതികരണങ്ങളിൽ വെച്ച് ഏറ്റവും ഉചിതമായത് മാത്രം പുറപ്പെടുവിക്കാനും അവയെ യഥായോഗ്യം ഉറപ്പിക്കാനും ശ്രമിച്ചാണ് RS സ്റ്റിമുലേഷനെ SR സ്റ്റിമുലേഷൻ എന്ന രീതിയിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് രണ്ട് പ്രബലനങ്ങളെ പരീക്ഷിക്കാം. ഒന്ന് ധനപ്രബലനവും മറ്റൊന്ന് ഋണപ്രബലനവുമാണ്. പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന പ്രബലനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രബലനത്തെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ധനപ്രബലനം, മറ്റൊന്ന് ഋണപ്രബലനം. പ്രതികരണത്തെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന പ്രബലനത്തിൻ്റെ സ്വഭാവമനുസരിച്ച് പ്രബലനത്തെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ധനപ്രബലനവും മറ്റൊന്ന് ഋണപ്രബലനവും. പ്രതികരണത്തിൻ്റെ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന പ്രബലനത്തിൻ്റെ സ്വഭാവമനുസരിച്ച് പ്രബലനത്തെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ധനപ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, മറ്റൊന്ന് ഋണപ്രബലനം അഥവാ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കാൻ ധനാത്മക പ്രതിഫലനവും ഋണാത്മക പ്രബലനവും സഹായിക്കുന്നുവെന്നാണ് പറയുന്നത്. പ്രതികരണ നിരക്ക് വർദ്ധിപ്പിക്കാൻ ധനാത്മക പ്രബലനവും ഋണാത്മക പ്രബലനവും സഹായിക്കുന്നു. ഇനി നമുക്ക് ധനപ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണ് എന്ന് നോക്കാം. ആശാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തിജനകമായ ചോദന നൽകുന്ന പ്രക്രിയയെ ആണ് നമ്മൾ ധനപ്രബലനമെന്ന് പറയുന്നത്. ആശാസ്യകരമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തജനകമായ ചോദന നൽകുന്ന പ്രക്രിയയാണ് ധനപ്രബലനം. ഇവിടെ പ്രയോജനപ്രദമായ ചോദകത്തെ ധനപ്രബലനകാരി അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സർ എന്ന് വിളിക്കാം. ഉദാഹരണം, ഒരു മികച്ച ഉൽപ്പാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ഫാക്ടറിയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നത്. അപ്പോൾ ഉൽപ്പാദനക്ഷമത കൂടുമ്പോൾ സാമ്പത്തികം മെച്ചപ്പെടുമെന്ന് കാണുമ്പോൾ തൊഴിലാളികൾ നല്ല രീതിയിൽ പണിയെടുക്കും. ഇതാണ് ധനപ്രബലനകാരി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഋണപ്രബലനം നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം, അല്ലേ? ആശാസ്യമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഏതെങ്കിലും ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ ഋണപ്രബലനം എന്ന് പറയുന്നത്. അഥവാ ഒരു യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടികളെ നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതിക്കൊണ്ടുവരാനുള്ള അസൈൻമെൻറ്റിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു, അല്ലേ? അതെന്താണ്? ഒരു നല്ലൊരു പ്രതികരണമാണ്. അഭിലഷണീയമായ പ്രതികരണം ഉണ്ടായാൽ ഉടൻ തന്നെ സംതൃപ്തിജനകരമായ ഒരു അനുഭവം നൽകുന്നതാണ് ധനപ്രബലനം എന്ന് നമ്മൾ പറയുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് പ്രശംസ പറയാം. അതേപോലെ അധ്യാപകൻ്റെ പുഞ്ചിരി, സ്നേഹപൂർവ്വമുള്ള തലോടൽ എന്നിവ കുട്ടികളിൽ ശരിയായ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ധനപ്രബലനങ്ങളാണ് എന്ന് പറയാൻ പറ്റും, അല്ലേ? ഇനി അതുപോലെ ഋണപ്രബലനം നോക്കിയാൽ എന്താണ്? അസ്വസ്ഥജനകമായ ഒരു ചോദകം കുറേ നേരത്തേക്ക് തടഞ്ഞു വയ്ക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായമാകുന്നതിനെയാണ് നമ്മൾ ഋണപ്രബലനം എന്ന് പറയുന്നത്. അസ്വാസ്ഥ്യജനകമായ ഒരു ചോദകം കുറേ നേരത്തേക്ക് തടഞ്ഞു വയ്ക്കുകയോ പിൻവലിക്കുകയോ ചെയ്യുന്നത് മൂലം ഒരു പ്രതികരണം ആവർത്തിക്കാൻ സഹായകമാകുന്നതാണ് ഋണപ്രബലനമെന്ന് പറയുന്നത്. ഉദാഹരണം ക്ലാസ്സിൽ ആവർത്തന അഭ്യാസങ്ങളിൽ നന്നായി ചെയ്യുന്ന കുട്ടികളെ ഇമ്പോസിഷനിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് അധ്യാപിക പറയുമ്പോൾ ചിട്ടയായി അഭ്യാസപാഠങ്ങൾ ചെയ്യുക എന്ന നല്ല ശീലം കുട്ടികളിൽ വളരുന്നത് ഋണപ്രബലനമാണ്.
സ്കിന്നേറിയൻ സിദ്ധാന്തത്തിലെ മറ്റ് രണ്ട് ആശയങ്ങളാണ് സമ്മാനവും ധനപ്രബലനവും, ശിക്ഷയും ഋണപ്രബലനവും എന്ന് പറയുന്നത്. തൃപ്തികരമായ രീതിയിൽ പ്രവർത്തനം പൂർത്തിയാക്കിയതിന് ശേഷം നൽകുന്നതിന് നമ്മൾ സമ്മാനമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ, വേദനാജനകമായ അനുഭവം നൽകുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ശിക്ഷയെന്ന് പറയുന്നു. പഠിതാവിന് ഏറ്റവും അധികം സംതൃപ്തി ലക്ഷ്യമിടുന്ന പഠനത്തെ പ്രബലനം ചെയ്യേണ്ടതാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പഠന പ്രക്രിയയും പരിസ്ഥിതിയുമാണ് എന്നാണ് പറയുന്നത്. പഠിതാവിനെ ഏറ്റവും അധികം സംതൃപ്തി ലക്ഷ്യമിടുന്ന പഠനത്തെ പ്രബലനം ചെയ്യേണ്ടത് പഠന പ്രക്രിയയും പരിസ്ഥിതിയും തമ്മിലാണ് എന്നാണ് പറയുന്നത്. സമയോചിതമായി നൽകിയാൽ കൂടുതൽ ഫലപ്രദമാകുന്നതിനെയാണ് നമ്മൾ പ്രബലനമെന്ന് പറയുന്നത്. ഏറ്റവും നല്ല പ്രബലനമാണ് സമ്മാനം. പഠിതാവിന് നൽകുന്ന പ്രതികൂല വൈകാരിക ചിന്തകൾ ശിക്ഷ, ശത്രുത, ഉത്കണ്ഠ എന്നിവയാണ്. ശിക്ഷയും ഋണപ്രബലനവും തമ്മിലുള്ള വ്യത്യാസം: ഋണപ്രബലനത്തിൽ അസ്വാസ്ഥ്യം ജനകമായ അനുഭവം പിൻവലിക്കപ്പെടുമ്പോൾ ശിക്ഷയിൽ വേദനാജനകമായ ഒരു അനുഭവം നൽകുകയാണ് ചെയ്യുന്നത്. ശിക്ഷയും ഋണപ്രബലനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, ഋണപ്രബലനത്തിൽ അസ്വാസ്ഥ്യജനകമായ അനുഭവം പിൻവലിക്കപ്പെടുമ്പോൾ ശിക്ഷയിൽ വേദനാജനകമായ ഒരു അനുഭവം നൽകുകയാണ് ചെയ്യുന്നത് എന്നതാണ്. ശിക്ഷയുടെ പരിണതഫലം എന്താണെന്ന് തീർത്തു പറയുവാൻ സാധ്യമല്ല. മാത്രമല്ല, അനഭിലഷണീയമായ വൈകാരിക മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുമുള്ള സാധ്യത ഇവിടെയുണ്ട്. ഋണപ്രബലനത്തിൽ അസ്വാസ്ഥ്യജനകമായ അനുഭവങ്ങളെ ഇല്ലാതെയാക്കി അഭിലഷണീയമായ വ്യവഹാരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് സൈദ്ധാന്തികർ പറയുന്നത്. ഫാസിസ് അക്കാഡമിയുടെ LP UP സ്പെഷ്യൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.